ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നട്ടെല്ല് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രക്രിയ ഉള്ളതുകൊണ്ടാണ് ഈ ജനാധിപത്യം ഇത്രയും ശക്തമായി നിലനിന്നു പോകുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ലക്ഷ്യമിട്ടാണല്ലോ ഇന്ത്യ മുന്നണി നീങ്ങുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? അവർക്ക് അധികാരം ലഭിക്കില്ല, അങ്ങനെയാണെങ്കിൽ രാജ്യം നശിച്ചോട്ടെ എന്നായിരിക്കുമോ തീരുമാനം? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നണി എന്തൊക്കെ ചെയ്താലും ഇന്ത്യൻ ജനാധിപത്യത്തെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ ഒന്നും അത്ര പെട്ടെന്ന് അട്ടിമറിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം അത് നമ്മുടെ സുപ്രീം കോടതി പോലെയോ പാർലമെൻറ്റ് പോലെയോ ഒക്കെ എന്താ പറയണ്ടേ, പരിധികളില്ലാത്ത സ്വാതന്ത്ര്യവും അധികാരവുമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് TN ശേഷൻ അതിൻ്റെ തലപ്പത്ത് വന്നപ്പോഴാണ്. രാഷ്ട്രീയ പാർട്ടികളെ വരച്ച വരയിൽ നിർത്തി നമ്മുടെ ജനാധിപത്യത്തിന് ശക്തി പകരുന്നതിൽ, അതിൻ്റെ എന്താ പറയുക, ആ പ്രക്രിയ അങ്ങേയറ്റം സുതാര്യവും സത്യസന്ധവുമായിട്ട് നടപ്പാക്കിയെടുക്കുന്നതിൽ TN ശേഷൻ കാണിച്ച മിടുക്ക് വളരെ വലുതാണ്. അന്നു തൊട്ടാണ് മാധ്യമങ്ങൾക്ക് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും വലിയ അധികാരങ്ങളുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായത്. മാധ്യമങ്ങൾക്ക് പോലും അന്നാണ്. നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നതിൻ്റെ മഹത്വം മനസ്സിലായിരുന്നില്ല. നമുക്കറിയാം, പണ്ടൊക്കെ ബീഹാറിലും UP-യിലും മധ്യപ്രദേശിലും ഒക്കെ തോക്കിൻ മുനകളിൽ ജനക്കൂട്ടത്തെ വരിവരിയായി നിർത്തി വോട്ട് ചെയ്യിക്കുന്ന ഒരു പാരമ്പര്യം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പല സിനിമകളിലും അതൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? എന്നാൽ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അങ്ങേയറ്റം സത്യസന്ധമായി സുതാര്യമായി അതിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടി നടപ്പാക്കുന്നത് അതും നമ്മൾ കണ്ടു TN ശേഷന് ശേഷം. അപ്പോൾ ഈ ഇന്ത്യ സഖ്യം, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യം എന്ന് തന്നെ പറയാം, ആ പ്രതിപക്ഷ സഖ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൽ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് തോക്കുമ്പോൾ, കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി കിട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ നിരന്തരം പഴി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും കൂട്ടരും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. എത്രയോ തവണ രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും തെറ്റാണെന്ന് തെളിവ് സഹിതം നമ്മുടെ സുപ്രീം കോടതിയിൽ പോലും ബോധ്യപ്പെട്ടു. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് പോകില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബീഹാറിൽ ഏതാണ്ട് 7 കോടി സംതിങ് വോട്ടർമാരുണ്ട്. അതിൽ ആ വോട്ടർ പട്ടിക ഒന്ന് ശുദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചു. നമുക്കറിയാം, ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് മുതൽ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ച് ഒരു ജനപ്രതിനിധിയെ അതത് സഭകളിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങേയറ്റം സത്യസന്ധമായിട്ട് അവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഈ ബീഹാറിൽ ഈ പറഞ്ഞതുപോലെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നിടത്ത് തൊട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ എല്ലാ അധികാരവും ഉപയോഗിച്ചു. അപ്പോൾ മനസ്സിലായി, ഏതാണ്ട് 1.5 കോടിയിലധികം 52 ലക്ഷത്തോളം വോട്ടർമാർ, ആ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 52 ലക്ഷത്തോളം വോട്ടർമാരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവരുടെ ജെനുവിനിറ്റി, ആ പട്ടികയിൽ ആ 52 ലക്ഷം പേരിൽ അവിശ്വാസം രേഖപ്പെടുത്താനുള്ള തെളിവുകൾ ലഭിച്ചു. അതിന് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അതിൽ മരിച്ചുപോയ ആൾക്കാർ ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇരട്ട വോട്ടുകളുണ്ട്. ഒരാളിന് തന്നെ 2 മണ്ഡലത്തിൽ വോട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നിരവധി ക്രമക്കേടുകൾ, ഞാൻ ആ ക്രമക്കേടുകളിലേക്ക് പോകുന്നില്ല, നമ്മൾ മുമ്പും അത് സംസാരിച്ചതാണ്. ആ ക്രമക്കേടുകൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോയി കുഴപ്പങ്ങൾ പരിഹരിച്ചു. ഈ കുഴപ്പങ്ങൾ പരിഹരിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധിയും ലാലു പ്രസാദും ഒക്കെ മുറവിളിയുമായിട്ട് രംഗത്ത് വരുന്നത്. ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവ്
ഇപ്പോൾ പറയുന്നത്, അദ്ദേഹം പറയുന്നു എനിക്ക് വോട്ടില്ല, വോട്ടർ ID കാർഡ് ഉയർത്തി കാണിച്ചിട്ടാണ് ദാ ഈ നമ്പറിൽ വോട്ടില്ല. അല്ല, ഈ വിജയിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം മൗനവും പരാജയപ്പെടുമ്പോൾ അതങ്ങനെയാണ്. അതെ, വിജയിക്കുമ്പോൾ കർണാടകയിൽ അവിടെ സ്നേഹത്തിൻ്റെ കടയാണ് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അപാകതയില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചു, സുതാര്യമായിരുന്നു നടപടിക്രമങ്ങൾ, ഒക്കെ അങ്ങനെയാണ്. അതേസമയം ഹരിയാനയിൽ വലിയ കുഴപ്പങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമ്മിലടിയെ കുറിച്ച് മിണ്ടില്ല, കാരണം അവിടെ വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നപ്പോൾ മുഖ്യമന്ത്രി ആരാണ് എന്ന രീതിയിലുള്ള തമ്മിലടിയുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വെർഷനാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. അപ്പോൾ മലയാളികൾക്ക് അതിനെക്കുറിച്ച് ധാരണ കാണും. അല്ല, കേരളത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് BJP ജയിച്ചു വരും, അധികാരം പിടിക്കും എന്നൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തമ്മിലടിയെ കുറിച്ച് അവർ മിണ്ടുന്നില്ലല്ലോ. അത് മിണ്ടില്ല. സംഭവിച്ചത് ഹരിയാനയിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലും സംഭവിച്ചത് അതല്ലേ. മഹാരാഷ്ട്രയിലും കോൺഗ്രസിനുള്ളിൽ തമ്മിലടിയല്ലേ. പലരും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയി, അല്ലെങ്കിൽ മറ്റു ചില പാർട്ടികളിലേക്കൊക്കെ പോയി. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും ഈ പറഞ്ഞ പോലെ തേജസ്വി യാദവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയുന്നത്. ഇവിടെ തേജസ്വി യാദവ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നാം കാണുന്നത്, മുൻപ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് രാജ്യവിരുദ്ധ പരാമർശങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയെ തമ്മിൽ വിഭജിക്കുന്ന ഒരു രീതിയിലേക്ക്, ജനങ്ങളെ വിഭജിക്കുന്ന ഒരു രീതിയിലേക്കാണ് രാഹുൽ ഗാന്ധി മാറുന്നത്, അല്ലേ? കാരണം അവസാനം പരിശോധിച്ചാൽ അറിയാം, ഈ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ പോയി അവിടെ ജാതിയെക്കുറിച്ചുള്ള വിഭജനം ഉണ്ടാക്കുന്നു, അങ്ങനെ ഈ മതങ്ങൾ തമ്മിലുള്ള വിഭജനം ഉണ്ടാക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അനുകൂലമായി സംസാരിക്കുന്നു, ട്രംപിന് അനുകൂലമായി സംസാരിക്കുന്നു. ഈ 2023 ശേഷം രാഹുൽ ഗാന്ധിക്ക് എന്താണ് സംഭവിച്ചത്? അത് രാഹുൽ ഗാന്ധിക്ക് ഒന്നും സംഭവിച്ചതല്ല. കോൺഗ്രസിൻ്റെ പാരമ്പര്യം, നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യം തന്നെ അതാണ്. എന്തിനാണ് 47-ൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടത്? എന്തിനാണ് ഈ പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാൻ എന്നും പറഞ്ഞ് വെട്ടിമുറിക്കപ്പെട്ടത് രാജ്യം? നെഹ്റുവിൻ്റെ അധികാരക്കൊതിയാണ്. നെഹ്റുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീചമായ ഒരു തന്ത്രമായിരുന്നു ഈ രാജ്യത്തെ വെട്ടിമുറിക്കൽ. ഈ ഹിന്ദു മുസ്ലിം വേർതിരിവുണ്ടാക്കി ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച ആ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസിയെ ഏറ്റവും സമർത്ഥമായിട്ട് മുതലെടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഈ വെട്ടിമുറിച്ചതിന് ശേഷം, അഖണ്ഡ ഭാരതത്തെ വെട്ടിമുറിച്ചതിന് ശേഷം ബാക്കി വന്നതിൻ്റെ പ്രധാനമന്ത്രിയായി മാറി. ആ പാരമ്പര്യം രാഹുലും കാണിക്കുന്നു എന്നേ ഉള്ളൂ, മറ്റൊന്നുമല്ല. നോക്കൂ, 71-ലെ യുദ്ധത്തിൽ നമ്മൾ ബംഗ്ലാദേശ് ഈസ്റ്റ് പാകിസ്ഥാനെ മോചിപ്പിച്ചു. അന്ന് എന്താ സംഭവിച്ചത്? ഈ ഈസ്റ്റ് പാകിസ്ഥാനെ മോചിപ്പിച്ചപ്പോൾ അന്ന് മോചിപ്പിച്ച് ഏതാണ്ട് ലക്ഷക്കണക്കിന് സൈനികർ നമ്മുടെ കസ്റ്റഡിയിലായിരുന്നു, ഇന്ത്യൻ സൈന്യത്തിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അത് വച്ച് വിലപേശി പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തുന്നതിന് പകരം നമ്മൾ എന്തൊക്കെയാണെന്ന് അബദ്ധങ്ങൾ കാണിച്ചത്. ഇപ്പോൾ ഇതാ പാർലമെൻറ്റിൽ പോലും രേഖകൾ പറയുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എഴുതിയ കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ആ കത്തിനെക്കുറിച്ച് എന്താ ഇവരൊന്നും ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ ശ്രീജിത്ത് പറഞ്ഞതുപോലെ 23-ന് ശേഷം രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല. ഇനി എന്നും ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു കൊണ്ടേയിരിക്കാം മരിക്കുന്നത് വരെ. ഇത് രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായിട്ടും ബോധ്യപ്പെട്ടു. എന്നാൽ പിന്നെ വെടക്കാക്കി തനിക്കാക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയാം, നമ്മുടെ വ്യവസ്ഥകളെ കുറ്റം പറയാം, നമ്മുടെ ജനാധിപത്യത്തെ തന്നെ അടച്ചാക്ഷേപിക്കാം, ജനങ്ങളെ ഈ പറഞ്ഞതുപോലെ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഒക്കെ വിഭജിക്കാം. നോക്കൂ, ജാതിക്ക് അതീതമായിട്ടൊരു ഹൈന്ദവ ഐക്യം രാജ്യത്തുണ്ടായി വന്നതുകൊണ്ടാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് വെക്കുന്ന BJPക്ക് വോട്ട് കിട്ടുന്നത്, BJP വിജയിക്കുന്നത്. അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെക്കുന്നത് എന്തിനാണ്? BJP ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ് BJP മുന്നോട്ട് വെക്കുന്നത്, ഹിന്ദുത്വ രാഷ്ട്രീയമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ആ രാഷ്ട്രീയത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു. ജാതിക്കപ്പുറത്തേക്ക് ജാതി മറികടന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരു ഐക്യം, ഹൈന്ദവ ഐക്യം രാജ്യത്തുണ്ടായിരിക്കുന്നു. അതിനെ നയിക്കാൻ പ്രാപ്തരായ നേതാക്കളുണ്ട്, നരേന്ദ്രമോദിയെ പോലെയുള്ള. അതിൽ ജനം വിശ്വസിക്കുന്നു, അവരെ ജനം വിശ്വസിക്കുന്നു. അത് അവർ ഹിന്ദുക്കളായി പോയത് അവരുടെ കുറ്റമാണോ? അവർ എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ? അപ്പോൾ ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ വിഷയം. അങ്ങനെ ഹിന്ദുക്കൾ ഐക്യപ്പെടാൻ പാടില്ല, ഹൈന്ദവ ഐക്യം ഉണ്ടാകാൻ പാടില്ല, ജാതിക്ക് അതീതമായിട്ട്. നമ്മൾ പറയുന്നത് എന്താണ്? നവോത്ഥാനം നമ്മൾ കൊണ്ടുവരുന്നത് എന്തിനാണ്? ജാതിക്ക് അതീതമായി ഒരു മാനവിക സമൂഹത്തെ
കോർത്തിണക്കാൻ, ഈ വിവിധ ജാതികളിൽപ്പെട്ട ആൾക്കാരെ കോർത്തിണക്കി ഒരു മാനവ സമൂഹത്തെ സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ പ്രവൃത്തിയോ ജാതി പറഞ്ഞ ആൾക്കാരെ തമ്മിലടിപ്പിക്കുക, അതിൽ നിന്ന് മുതലെടുക്കുക. അതാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്തും രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുക, ഈ വ്യവസ്ഥകളെ അട്ടിമറിക്കുക, തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുക. ഈ ബീഹാറിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അല്ലേ? ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും ഒക്കെ ഒരറ്റത്തുനിന്ന് അടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. അവരെ പുറത്താക്കരുതെന്നും അവർക്ക് ഇവിടെ വോട്ടവകാശം കൊടുക്കണമെന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധിയും തൃണമൂൽ കോൺഗ്രസും മമതയും ലാലുവും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ഏറ്റവും വലിയ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ വാക്കും കേട്ട് ചാടി പുറപ്പെട്ട ലാലുവിൻ്റെ മകൻ തേജസ്വി യാദവാണ്. അയാൾ ഉയർത്തി കാണിച്ച വോട്ടേഴ്സ് ID കാർഡ് വ്യാജമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തേജസ്വി യാദവ് പറഞ്ഞു എനിക്ക് വോട്ടില്ല, അതാ എൻ്റെ വോട്ടർ ID കാർഡ് ഇതാണ്, എനിക്ക് വോട്ടില്ല. പക്ഷേ ആ തേജസ്വി യാദവിന് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ബൂത്തിൽ വോട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. അപ്പോൾ ഇതിൽ ആര് പറയുന്നതാണ് സത്യം? രേഖകളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണോ അതോ ഈ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്ന തേജസ്വിയും രാഹുലും ലാലുവും ഒക്കെ പറയുന്നതാണോ ജനം വിശ്വസിക്കേണ്ടത്? ഇനി ഇതിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി കയറുമോ എന്നാണ് ഞാൻ നോക്കിക്കാണുന്നത്. എന്തും സംഭവിക്കാം. കാരണം ഈ വോട്ടർ പട്ടിക ശരിയല്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം, നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. നിലവിൽ സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുന്നുണ്ട്. സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹാജരാക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇന്ത്യ സഖ്യം അത് നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവർ തീർച്ചയായിട്ടും എന്തെങ്കിലും പുതിയൊരു കുനഷ്ട് കണ്ടെത്തി കൊണ്ടുവരും. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്നവർ തെരഞ്ഞെടുപ്പും മാറ്റിവെക്കാൻ, തെരഞ്ഞെടുപ്പും അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെക്കുറിച്ച് ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് പൊതുവേ നിരീക്ഷകരെല്ലാം പറയുന്നത്. എന്തായാലും ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അവിടെയും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പഴി കേൾക്കേണ്ടി വരുമോ, അതോ ഈ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെ കട, കർണാടകയിൽ തുറന്ന സ്നേഹത്തിൻ്റെ കട ബീഹാറിലും ലാലുവിൻ്റെയും രാഹുലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ തുറക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.